ഓ മൗലവി, രോഗം സുഖപ്പെടുത്താൻ അള്ളാഹുവിനല്ലേ കഴിയൂ. അപ്പൊ പിന്നെ ഒരു ഡോക്ടറോടോ ഒരു നബിയോടോ ഒരു വലിയനോടോ ഒരു മഹാനോടോ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ? അപ്പൊ അതിന്റെ മാൻ എന്താണ്? മടവൂർ ശൈഖേ എന്റെ രോഗം മാറാൻ ദ്വാരക്കണേ എന്നല്ലേ? സാധാരണയല്ലേ ഡോക്ടറോട് പോയിട്ട് ഒരാൾ പറയുന്നത് എന്റെ രോഗം ഒന്ന് മാറ്റി തരണേ ഡോക്ടറെ, ഇപ്പോഴേ കാഫിറാവോ? അള്ളയാണ് സുഖപ്പെടുത്തുന്നെങ്കിലും ഡോക്ടറെ സുഖപ്പെടുത്തണേ എന്ന് മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, സുഖപ്പെടാൻ വേണ്ടി മരുന്ന് തരണേ എന്നാണ്. മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ എന്നാണ്. വാചകത്തിന്റെ അർത്ഥം എന്തേ മൗലവി മനസ്സിലാക്കാതെ പോയത്? ഓരോരുത്തരോടും പറയും ഓരോ അർത്ഥമല്ലേ? ഞാനത് എത്ര സ്ഥലത്ത് വിശദീകരിച്ചു, പക്ഷേ കേട്ടൊന്നും പഠിക്കുന്നില്ലല്ലോ ഈ മൗലവി. ഞാനൊരു ചെറിയ ഉദാഹരണം മുമ്പ് പറഞ്ഞത് തന്നെ പറയാം. ഞാനും കാന്തപുരം ഉസ്താദ് കൂടിങ്ങനെ പോയി മുമ്പ് പറഞ്ഞൊരു ഉദാഹരണം തന്നെ. ഉസ്താദ് കൂടിങ്ങനെ പോന്നു, ഞാനപ്പോ എന്റെ ഉസ്താദിന്റെ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു ഒരു ചായ വേണോ. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം കാറ് ഒരു ഹോട്ടലിന്റെ അടുത്ത് നിർത്തണോ. പറഞ്ഞ ചായ വേണോന്നാ അർത്ഥം, കാറ് ഹോട്ടലിന്റെ അടുത്ത് നിർത്തണോ. ഉസ്താദ് ചോദിച്ചു എന്താ അബ്ദുറഹ്മാനെ, ഉസ്താദ് ഒരു ചായ വേണോ. എന്താ അതിന്റെ അർത്ഥം? പൈസ ഉസ്താദ് കൊടുക്കണോ. അപ്പൊ അർത്ഥം മാറി. അപ്പൊ അതിന്റെ അർത്ഥം ഉസ്താദിന്റെ വകയെ കിട്ടണോന്ന്, പൈസ ഉസ്താദ് കൊടുക്കണോ. അങ്ങനെ ഹോട്ടലിൽ കേറുമ്പോ കേഷ്യർ എന്താണ് ഉസ്താദ്, ഞങ്ങൾക്ക് ഒരു ചായ വേണോ. എന്റെ അർത്ഥം എന്താ? കേഷ്യർ പൈസ കൊടുക്കണോന്നാ എന്നല്ല, കേഷ്യർ കാറ് നിർത്തണോന്നാ അല്ല. അവിടുത്തെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കാണിച്ചു തന്നെ ഇരിക്കാന്. അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ഇരുത്തിയപ്പോ സപ്ലയർ വന്നു. എന്താ വന്നു വെച്ച്, നല്ല 2 ചായ വേണോന്ന്. അതിന്റെ അർത്ഥം എന്താ? ചായ വേണോന്ന്. അതിന്റെ അർത്ഥം വേണോന്ന് പോയി പറയണോന്ന്. അല്ല, സപ്ലയർ ഉണ്ടാക്കൂല. ചായ വേണോന്ന് അർത്ഥം വേണോന്ന് പോയി പറയണോ. അപ്പൊ അയാൾ പോയിട്ട് തീരൂ. അയാൾ മൗലവിമാർ പറയില്ല, അയാൾക്ക് ബുദ്ധിയുണ്ട്. അയാൾ ഞങ്ങൾ എന്നോട് ചോദിച്ചാൽ അയാൾ പറയുന്നില്ല, ഞാൻ അവിടെ ചായ ഉണ്ടാക്കുന്നത് അയാൾ ചോദിക്കുന്നില്ല. കാരണം അയാൾക്ക് ബുദ്ധിയുണ്ട്, അയാൾക്കറിയാം ഇവിടെ ചായ വേണോന്ന് തന്നെ അർത്ഥം ചായ വേണോന്ന് പോയി പറയണോന്നാണ്. ഇതുപോലെ ഞങ്ങൾ സുന്നികള് ഔലിയാക്കളെ അമ്പിയാക്കളെ വിളിച്ചിട്ട് രോഗം മാറണോ തന്നെ, രോഗം മാറണോന്ന് അള്ളാഹിനോടൊന്ന് പറയണേനാ. അപ്പോ അതാണ് അല്ല കൊടുക്കുന്നവന് ഞാൻ വിതരണം ചെയ്യുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സപ്ലൈ ചെയ്യുന്ന ആള്, അല്ല കൊടുക്കുന്ന ആള്. അപ്പൊ ഈ സപ്ലൈ ചെയ്യുന്നവര് എന്ന നിലക്ക്, വിതരണക്കാർ എന്ന നിലക്കാണ് മഹാന്മാരോട് ചോദിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഈ സപ്ലൈയർ എന്ത് ചെയ്തു? ആ കാന്റീൻ്റെ അടുത്ത് പോയിട്ട് അടുക്കളൻ്റെ അടുത്ത് 2 നല്ല ചായ വേണോ. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ചായ ഉണ്ടാക്കി കൊണ്ടുതന്നു, കുടിച്ചു, ഞങ്ങളിലേക്ക് പോയി. ഇവിടെ ഒക്കെ കണ്ടോ നിങ്ങൾ പറഞ്ഞ വാചകം എല്ലാവരോടും പറഞ്ഞു ചായ വേണോന്നാ. പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ അർത്ഥ. ഇനി ഒരാൾ എന്ത് ചെയ്തു? ഒരാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അള്ളാഹുവേ നല്ലൊരു ചായ വേണേന്ന്. എന്നതിന്റെ അർത്ഥം എന്താ? അല്ല കാറ് നിർത്തണോന്നാ? അല്ല, അല്ല കേസ് കൊടുക്കണോന്നാ? അല്ല ഈ അടുക്കളന്റെ അടുത്ത് ചായ വേണോന്ന് പറയണോന്നാ? അല്ല ചായപ്പൊടിയും പഞ്ചായത്തൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കണോന്നാ? അതിന്റെ അർത്ഥം ഒന്നുമല്ല. എനിക്കൊരു നല്ല ചായ കിട്ടാൻ ആവശ്യമായ എല്ലാ കുതിർത്തും കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കണേന്നാണ്. എനിക്കൊരു നല്ല ചായ കിട്ടാൻ ആവശ്യമായ എല്ലാ കഴിവും കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കണേന്ന് അതിന്റെ അർത്ഥം അള്ളാഹിനോട് പറഞ്ഞാൽ. അപ്പൊ മൂമിനായ മനുഷ്യൻ അള്ളാഹിനോട് പറയുമ്പോഴുള്ള അർത്ഥം ഒന്ന് വേറെ, സൃഷ്ടികളോട് പറയുമ്പോഴുള്ള അർത്ഥം ഒന്ന് വേറെ, ഓരോരുത്തരോടും പറയുമ്പോൾ ഓരോ അർത്ഥം.